ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെയായുള്ള സാമ്പത്തിക തിരിമറി അന്വേഷണത്തിൽ വഴിത്തിരിവ്. എക്സാലോജിക്കിനെതിരെ നടക്കുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം കൂടുതൽ ഗൗരവമുള്ള അന്വേഷണ ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ, അതായത് SFIOയ്ക്ക് കൈമാറി കോർപ്പറേറ്റ് മന്ത്രാലയം ഉത്തരവിറക്കിയിരിക്കുന്നു. സഖാക്കന്മാരെ സന്തോഷിക്കേണ്ട, ഇത് SFI അല്ല SFIO ആണ് എന്നുള്ള തമാശകളൊക്കെ ഫേസ്ബുക്കിലും മറ്റും കിടന്ന് കറങ്ങുന്നുണ്ട്. SFIO എന്താണെന്നും അവരുടെ അധികാര പരിധികൾ എന്താണെന്നും ഈ വീഡിയോയുടെ അവസാനം നമുക്ക് പ്രതിപാദിക്കാം. 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകണം എന്ന നിർദ്ദേശവുമായി 6 അംഗ സംഘമാണ് അന്വേഷണം നടത്തുക. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക്, കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRL, ഈ CMRLൽ ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവയാണ് അന്വേഷണത്തിന്റെ പരിധിയിലുള്ള സ്ഥാപനങ്ങൾ. ഒരു സേവനവും കൊടുക്കാതെ തന്നെ എക്സാലോജിക്കിന് CMRL വൻ തുക കൈമാറി എന്നതാണ് ആരോപണം. കേന്ദ്ര ആദായനികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഇതേ കാര്യം കണ്ടെത്തിയിരുന്നു. ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം SFIOയ്ക്ക് വിടണം എന്ന ആവശ്യവുമായി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി നിലനിൽക്കെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു ഉത്തരവിറക്കുന്നത്. വിഷയം അടിയന്തര പ്രമേയമായി നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി, തൻ്റെ ഭാര്യയുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഉപയോഗിച്ച് മകൾ തുടങ്ങിയ കമ്പനിയാണത്, അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് യാതൊരു വ്യാകുലതകളും ഇല്ല എന്നാണ്. ഒരു പ്രശസ്ത നടൻ്റെ ഭാര്യ തൻ്റെ മാധ്യമ സ്ഥാപനത്തിൽ നിന്നും ജോലി രാജിവെച്ചപ്പോൾ കിട്ടിയ PFന്റെ തുക കൊണ്ട് നിർമ്മാണ കമ്പനിയും, മുഖ്യമന്ത്രിയുടെ മകൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കൊണ്ട് സോഫ്റ്റ്വെയർ കമ്പനിയൊക്കെ തുടങ്ങുന്നത് ഇപ്പോൾ കേരളത്തിൽ സർവ്വസാധാരണമാണല്ലോ. ഇന്ത്യൻ കമ്പനീസ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കമ്പനികളുമായി ബന്ധപ്പെട്ട ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് SFIO. അതായത് ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളുടെ ഏറ്റവും കൂടിയ അന്വേഷണമാണ് SFIO നടത്തുന്നത്. റെയ്ഡ് നടത്താനും കസ്റ്റഡിയിലെടുക്കാനും അറസ്റ്റിനുമൊക്കെയുള്ള അധികാരമുള്ള ഒരു സാധാരണ അന്വേഷണ ഏജൻസിക്കുള്ള എല്ലാ അധികാരങ്ങളുമുള്ള രാജ്യത്തെ ഒരു പ്രധാന അന്വേഷണ ഏജൻസി തന്നെയാണ് ഈ SFIO. രാജ്യത്തെ മറ്റു പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികളുടെയും പോലീസിൻ്റെയും ഒക്കെ സഹായം തേടാനുള്ള നിയമപരമായ റൈറ്റ് ഉള്ള ഒരു അന്വേഷണ ഏജൻസി. വീണ വിജയനെതിരെ ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് മോനെ അർഷാദെ, ഞാനല്ലേടാ വിളിക്കുന്നത്, വന്ന് ജീപ്പിൽ കയറടാ എന്ന് വിളിക്കുന്ന കേരള പോലീസ് അല്ല, ഒരു കേന്ദ്ര ഏജൻസിയാണ്. കൂടുതൽ വിവരങ്ങൾ എന്താണ് സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.